ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഗ്രൂപ്പിലെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സാധാരണക്കാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഖൈറും ബർക്കത്തും പടച്ചോൻ ചെയ്യട്ടെ. ഇവിടെ നമ്മൾ ചോദ്യം ചോദിക്കാൻ തോന്നിയിട്ട് ഏകദേശം ഒരു 8 വർഷത്തോളായി. അതിന് വ്യക്തമായ പല ഗ്രൂപ്പിലും ചോദിച്ചിട്ട് അതിന് മറുപടി കിട്ടുന്നില്ല. ഇത്ര ചെറിയ സിമ്പിൾ ചോദ്യമാണ്. 1-ാം ക്ലാസ് മാദ്രസ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഇവിടെ പരിപാലനമായ KNMന്റെ ആശയവും ആദർശവും അതിശക്തമാണ്. അതിൽ പ്രമാണം ബദ്ധമാണ്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം 2012 രാത്രി 12 മണിക്ക് നരേന്ദ്രമോദി നോട്ട് നിരോധിച്ച മാതിരി പിന്നെ ആ ആദർശം കംപ്ലീറ്റ് മാറ്റിയിട്ട് 3 ആൾക്ക് വേണ്ടിയിട്ട് ഒരാൾ തൗബ ചെയ്തിട്ടുണ്ട്. ആ തൗബ അള്ളാഹുവിൻ്റെ അടുക്ക് സ്വീകാര്യമാണോ അല്ലയോ? ഈ 2012 വരെയുള്ള തൗഹീദാണോ മുജാഹിദിൽ കൊണ്ട് നടക്കേണ്ടത്? അല്ല 2012 ശേഷം തൗബിന് ശേഷത്തെ പുതിയ തൗഹീദ് ഉണ്ടല്ലേ, ജിന്നും മലക്കും അബോധിക്കാണെന്ന് പറഞ്ഞ ഏത് തൗഹീദാണ് അന്ന് KNM നിൽക്കുന്ന സാധുക്കളെ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ട് അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചു പോകേണ്ടത്? അപ്പൊ ഇത് എന്ന് വെച്ചാൽ ഒരു സംഘടന പിടിച്ചെടുക്കാൻ വേണ്ടി, സംഘടന മുതൽ ഹക്കും ഒക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഗൂഢതന്ത്രം നടന്ന വേറെ വിഷയം. സാധുക്കൾക്ക് അറിയില്ലല്ലോ. എന്നെ വിചാരണ ചെയ്യൂ, പരസ്യ വിചാരണ ചെയ്യൂന്നാ പറയുന്നത്. ആര് പരസ്യ വിചാരണ ചെയ്യാൻ? നാളെ പരലോകം വെച്ചിട്ട് അത് പിടിച്ചു കൊണ്ടുവരില്ലേ പരസ്യ വിചാരണ നാളെ പരലോകത്തല്ലേ. അപ്പൊ അതൊന്നും സാധുക്കൾക്ക് അറിയില്ല. എന്തിനാ നിങ്ങൾ ഈ 3 ബഹുമാനപ്പെട്ട അനീഫ് കായക്കൊടിക്കും പിന്നെ അബ്ദുറഹ്മാൻ സൽഫിക്കും വേണ്ടി ഒരു പണ്ഡിതൻ, KNM ഒരു പണ്ഡിതൻ സ്റ്റേജ് കെട്ടിയിട്ട് രാത്രി 12 മണിക്ക് ഫുൾ ആദർശം മാറ്റി തൗബ ഇരുന്നു? എന്താ നിങ്ങളെ തൗബന്റെ ഉദ്ദേശം? ഏത് തൗഹീദിലൊക്കെ നമ്മൾ വരേണ്ടത്? ഒന്നും കൂടി ചോദിക്കുക, 2012 വരെ പറഞ്ഞ തൗഹീദിലേക്കാണോ, അല്ല 2012 ശേഷം പുതിയ മാലാക ജിബ്രീൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ CD ടവറിൽ, നിങ്ങളെ ജമ്യത്തില് എന്താണ് അന്ന് ജിബ്രീൽ വന്നിട്ട് നിങ്ങൾ തന്ന ഫത്വ? നിങ്ങൾ എന്തുകൊണ്ട് തൗബ സമ്മേളനം വിളിക്കുന്നില്ല? നിങ്ങൾ തിരക്കുള്ള തൗബ തെറ്റ് എല്ലാവർക്കും പറ്റുക, സംഘടനക്കും പറ്റുക, വ്യക്തിക്കും പറ്റുക, പണ്ഡിതന്മാർക്കൊക്കെ പറ്റുക. അത് പറ്റുമ്പോൾ ഇത്രയും വലിയ പ്രസ്ഥാനമായ ഒരു രഹസ്യമായിട്ട് രാത്രി 12 മണിക്ക് തൗബ ചെയ്തിട്ട് മാറ്റി പറയേണ്ട ആദർശമല്ലല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം. അത് വ്യക്തമാക്കണം, ക്ലിയർ ആക്കണം. എന്ത് കൊണ്ടാണ് നിങ്ങൾ തൗബ? നിങ്ങൾക്ക് എന്താണ് പറ്റുക? എവിടെ നിങ്ങൾക്ക് പിന്നെ ഈ ആദർശം പ്രമാണം മനസ്സിലാക്കുന്നതിൽ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്? അങ്ങനെയാണെങ്കിൽ മടവൂരികളാന്ന് ഒന്നാമത് നിൽക്കുന്നുണ്ട്. അവർക്കാണ് ആദ്യം തൗഹീദ് മനസ്സിലായി അവർ പറയുന്നത്. നിങ്ങൾ മടവൂരൊക്കെ ലൈക്കും അടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനും ആഗ്രഹമുണ്ട്. പക്ഷെ യഥാർത്ഥ മുജാഹിദുകൾ, KNM മുജാഹിദുകൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ തൗബന്റെ സത്യം നിങ്ങൾ വെളിപ്പെടുത്തുന്ന ബഹുമാനപൂർവ്വം, സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട KNMന്റെ ആൾ വന്നിട്ട് പറയണേ. അല്ലാണ്ട് വളരെ സൈദുലിനെ പോലത്തെ പിന്നെ അവനെ പോലത്തെ അത് തൈക്കണ്ടിനെ പോലത്തെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സനീർ സനായിനെ പോലത്തെ ഒറിജിനൽ ആൾക്കാർ വന്നിട്ട് മറുപടി പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളും ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ഹൈറാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൊയിലേറെ കളവ് പറയല്ല, ഫിത്തനയും ഫസാദും ഒഴിവാക്കിയിട്ട് അള്ളാഹിൻ്റെ ദീന് പറ. നിങ്ങളെ നാവുകൊണ്ടിപ്പം പറഞ്ഞൊക്കെ ഫിത്തനയും ഫസാദും ആണല്ലോ. ഇതൊക്കെ നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുമല്ലോ. ഇതൊക്കെ മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? കുറച്ച് ഭിന്നിപ്പിൻ്റെ ആൾക്കാർ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന്, തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് പോയ ജിന്നൂരികൾ ഓല് വന്ന് പുതിയ വിശ്വാസമായിട്ട് വന്നു. എന്താ പുതിയ വിശ്വാസം? ജിന്നിനോട് സഹായം തേടാം. ഏത് ജിന്നിനോട്? കാഫർ ജിന്നിനോടല്ല, മുസ്ലിം ജിന്നിനോട്. ഈ വിഡ്ഢികൾ മനസ്സിലാക്കിയില്ല ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ജിന്നിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഈ വിഡ്ഢികൾ പറഞ്ഞു ജിന്നിനെ കാണുകയും ചെയ്യാം. കാഫർ ജിന്നേതാണ്, മുസ്ലിം ജിന്നേതാണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് കാഫർ ജിന്നിനെ ഒഴിവാക്കിയിട്ട് മുസ്ലിം ജിന്നിനോട് സഹായം തേടാമെന്ന് പറഞ്ഞ ഒരു കൂട്ടറുണ്ടല്ലോ, തൗഹീദിൽ നിന്ന് പുറത്തേക്ക് പോയ അവർ പറയുന്ന മുസ്ലിങ്ങൾ വിശ്വസിക്കണം വലിയേറെ. എന്നിട്ട് ഫിത്തനയും ഫസാദുമായിട്ട് ഗ്രൂപ്പിലേക്ക് വന്നിക്കുക. ഏതിയാതി ഫിത്തനയും ഫസാദും വലിയേറെ നിങ്ങൾ ഈ വോയിസ് പറഞ്ഞത്? നിങ്ങൾക്കൊന്നും മരിക്കണ്ട. അള്ളാഹു അല്ലാത്ത ജിന്നിനെയും മലക്കിനെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തും നാവുകൊണ്ട് പറയാമെന്നാ വലിയേറെ.